ഐക്യരാഷ്ട്രസഭയുടെ 2014 വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്റ്റിലാണ് പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. 2.5 കോടിയാണ് ഈ വർഷം ഡൽഹിയിലെ ജനസംഖ്യ. 1990 ശേഷം ഇരട്ടിയായാണ് ഡൽഹിയിലെ ജനസംഖ്യാ വർധനവെന്നും റിപ്പോർട്ട് പറയുന്നു. 2030 വരെ ഡൽഹി 2ാം സ്ഥാനം നിലനിർത്തും. അപ്പോഴേക്കും ജനസംഖ്യ 3.6 കോടിയാകും. പട്ടികയിൽ 6ാം സ്ഥാനത്ത് മുംബൈയുമുണ്ട്. നിലവിൽ 2.1 കോടിയുള്ള മുംബൈയിലെ ജനസംഖ്യ 2030-ൽ 2.8 കോടിയാകും. കൊൽക്കത്തയുടെ സ്ഥാനം പട്ടികയിൽ 14ാമതായാണ്. 3.8 കോടിയാണ് ടോക്കിയോയിലെ നിലവിലെ ജനസംഖ്യ. 2030 ആകുമ്പോഴേക്കും ജനസംഖ്യ 3.7 കോടിയായി കുറയുമെങ്കിലും ടോക്കിയോ 1ാം സ്ഥാനം നിലനിർത്തും. ജനസംഖ്യയിൽ 3ാം സ്ഥാനം ഷാങ്ഹായിക്കാണ്. തൊട്ടുപിറകിൽ മെക്സിക്കോ സിറ്റിയും സാവോപോളോയും പട്ടികയിലുണ്ട്. 2050 ആകുമ്പോഴേക്കും ചൈനയെ പിന്തള്ളി നഗര ജനസംഖ്യയിൽ ഇന്ത്യ 1ാമതെത്തും. നിലവിൽ ഗ്രാമീണ ജനസംഖ്യയിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ. ഇന്ത്യയിലും ചൈനയിലും നൈജീരിയയിലുമാണ് 2014-നും 2050-നും ഇടയിൽ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യ വർദ്ധിക്കുകയെന്നും ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.